മിഥുൻ്റെ സംസ്കാരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അവിടെ പൂർണ്ണമാണ്. പക്ഷേ ഇപ്പോഴും അവനെ ആളുകൾ കണ്ട് തീർന്നിട്ടില്ല. അവസാനമായി ഒന്ന് കാണാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ആ ദൃശ്യങ്ങൾ നമ്മളെ അത്രത്തോളം ഉറക്കം കെടുത്തിയ ദൃശ്യമായിരുന്നു അത്. അവൻ ഒരു ചെരുപ്പെടുക്കാനായി ആ ഷീറ്റിന് മുകളിലേക്ക് കയറുന്നതും അതിനുശേഷം കാൽ വഴുതി കൃത്യമായി ആ ലൈൻ കമ്പിയിലേക്ക് വീഴുന്നതും ചലനമറ്റു പോകുന്നതും അവിടെ അങ്ങനെ കിടക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ആ അമ്മയും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവണം. എങ്ങനെ നമുക്കറിയാത്ത മിഥുനെ, അല്ലെങ്കിൽ നമുക്ക് മിഥുനെ നേരിട്ടറിയില്ലെങ്കിൽ പോലും അത്രത്തോളം നമുക്ക് നെഞ്ചുലച്ച ആ ദൃശ്യങ്ങൾ സ്വന്തം മകൻ അതെങ്ങനെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ആ ദൃശ്യങ്ങൾക്കപ്പുറം ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ, സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴൊക്കെ താങ്ങാനാകുന്നില്ല മിഥുനോട് ചേർന്ന് നിന്നവർക്ക്. അവനൊപ്പം അന്ന് അവസാനമായി കളിച്ച സഹപാഠികൾ, അവൻ്റെ അധ്യാപകർ, അവനെ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത അധ്യാപകൻ, അങ്ങനെ അവന് പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്ന സ്കൂൾ, പുതിയ സ്കൂൾ, 8ാം ക്ലാസ്സിലേക്ക് ഈ അധ്യയന വർഷത്തിൽ കയറിയപ്പോഴാണ് അവൻ ആ സ്കൂളിലേക്ക് ചേർന്നത്. ആ സ്കൂൾ തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. ഫുട്ബോളിനെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന, ചിത്രരചന അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന, NCC പട്ടാളത്തിൽ പോകണമെന്നായിരുന്നു മിഥുൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ NCCയെ അത്രയധികം സ്നേഹിച്ചിരുന്ന കുട്ടി ആയതുകൊണ്ടാണ് ആ സ്കൂൾ തിരഞ്ഞെടുത്തത്. നമുക്ക് വലിയ സന്തോഷം തോന്നുന്ന, എന്നാൽ ഇപ്പോൾ വലിയ ദുഃഖം തോന്നുന്ന ഒരു കാര്യം, ആ വീട്ടുകാർ അത്രത്തോളം സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മകൻ ആ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ അവനെ ആ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. അവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അവന് സ്കൂളിലെ ഫുട്ബോൾ ടീമിലേക്ക് അവന് സെലക്ഷൻ കിട്ടുന്നു, അവന് NCCയിലേക്ക് സെലക്ഷൻ കിട്ടുന്നു. പക്ഷേ ആ യൂണിഫോമൊക്കെ അണിഞ്ഞിട്ടുണ്ടാകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുന്നു. അവൻ്റെ ഏറ്റവും ഒടുവിൽ അവൻ്റെ അച്ഛനോട് പറഞ്ഞ ആഗ്രഹം എന്തായിരിക്കും? ഇതൊന്നും നമുക്കിപ്പോൾ അവരോട് ചോദിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. പക്ഷേ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് അത്രത്തോളം മനസ്സിന് വേദന തോന്നുന്ന, മനസ്സിനെ ഉലച്ചു കളഞ്ഞ ഒരു മരണമാണ് മിഥുൻ്റേത്. താങ്ങാനാകുന്നില്ല നമുക്ക് പോലും, മിഥുനെ അറിയാത്ത നമുക്ക് പോലും, നേരിട്ടറിയാത്ത നമുക്ക് പോലും എന്നുള്ളതാണ്. അവൻ്റെ സഹപാഠികൾ സ്കൂളിൽ വച്ച് കണ്ടവരും ഇപ്പോഴും വീട്ടിലേക്കും എത്തിയിരിക്കുന്നു. കണ്ട് മതിയായില്ല അവനോടൊപ്പം കളിച്ചു മതിയായില്ല, അവരവിടേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ, ആ നാട് മുഴുവൻ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, ആ മകനെ ഒന്ന് കാണാൻ, അവസാനമായി കാണാൻ, അവനെ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളും നിരവധി പേർ അവിടെയുണ്ട്. ആ കുടുംബത്തിന് താങ്ങാകാൻ, ആ കുടുംബത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അയൽവാസികൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. പരസ്പരം ആരും ഒന്നും സംസാരിക്കുന്നില്ല, ആർക്കുമൊന്നും പറയാൻ കഴിയുന്നില്ല. പറച്ചിലുകൾക്കപ്പുറമാണ് അവിടുത്തെ വേദന. ആ വേദന അവിടെ തളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരുടെയും നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ മിഥുൻ അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിൽ ആ ചിത്രം, മിഥുൻ്റെ ചിത്രം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രം, അതുപോലെ തന്നെയാണ് മനസ്സിലെ ആ വേദനയും എല്ലാവരുടെയും. ആ പ്രായവും അതാണ് മിഥുൻ്റെ. 13 വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ്. ഒരു കുഞ്ഞ് മരണം എപ്പോഴും അത് ആരുടേതാണെങ്കിലും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറം ഒരു കുഞ്ഞാകുമ്പോൾ അത് അത്രത്തോളം അസഹനീയമാവുകയാണ്. നെഞ്ചിൽ മിഥുനാദനാഞ്ജലികൾ, മിഥുന് പ്രണാമം എന്നെഴുതിയ ബാഡ്ജ് ധരിച്ചുകൊണ്ട് അവൻ്റെ സഹപാഠികൾ സ്കൂളിൽ അവനെ വലം വെച്ച് കാണുന്ന ആ കാഴ്ച അത് ഹൃദയഭേദകമായിരുന്നു. അവനൊപ്പം ആ അവസാനം കളിച്ച കുട്ടികൾ, അവരുടെ മനസ്സിപ്പോൾ എന്തായിരിക്കും? പോകരുത് എന്ന് പലതവണ പറഞ്ഞു മിഥുനോട്, പക്ഷേ അവൻ പോയി. ഞങ്ങൾ പുറകിലായിപ്പോയി. നേരത്തെ ഡാൻ്റെ ആ കുട്ടികളോട് സംസാരിക്കുന്നതിൽ ഏറ്റവും സങ്കടം തോന്നിയത് അവരുടെ വാക്കുകളാണ്. ഞങ്ങൾ പലതവണ പറഞ്ഞു അവനോട് കയറരുത് എന്ന്. പക്ഷേ അവൻ ആദ്യം ഒന്ന് കയറിയപ്പോൾ, മുൻവശത്തുകൂടി ഒന്ന് കയറാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കാലിൽ പിടിച്ചു വലിച്ചു താഴേക്ക് ഇറക്കി. വീണ്ടും അവൻ ഓടി വന്നപ്പോൾ ഞങ്ങൾ അങ്ങ് പുറകിലായിപ്പോയി. അതുകൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൻ ഓടിക്കയറി. പിന്നീട് കാണുന്നത് ലൈൻ കമ്പി ആടുന്നതാണ്. അപ്പോഴാണ്
അധ്യാപകരോട് പോയി കാര്യം പറഞ്ഞത്. അവരുടെ ആ വാക്കുകൾ അത് നമ്മുടെ ഉള്ളുലയ്ക്കുന്നതാണല്ലേടാ. ശ്രീ, വിധി എത്ര ക്രൂരനാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു ആ കുട്ടികളുടെ പ്രതികരണം. കാരണം ഈ മൈതാനത്തിനോട് ചേർന്ന് അവർ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുപ്പിയിൽ കല്ലുകൾ നിറച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ആ മൈതാനത്തോട് ചേർന്നുള്ള ഒരു കമ്പിയിൽ ഞാന്ന് ആദ്യം മുകളിലേക്ക് കയറാനായി മിഥുൻ ശ്രമിച്ചതാണ്. അപ്പോൾ കാലിൽ പിടിച്ച് വലിച്ച് ഞങ്ങൾ താഴെ ഇടുകയായിരുന്നു എന്നാണ്. ഒപ്പം വന്ന് കളിക്കാനും അവിടെ ഇത് കാഴ്ചക്കാരെയൊക്കെ നിന്നിരുന്ന വിദ്യാർത്ഥികളിൽ രണ്ടുപേർ, അവന്റെ സഹപാഠികളായ രണ്ടുപേർ വേദനയോടെ നമ്മളോട് രാവിലെ പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം അവരെ പിന്നിലാക്കിക്കൊണ്ട് മിഥുൻ പെട്ടെന്ന് ഓടി മറുവശത്തു കൂടി ക്ലാസ് മുറിക്കുള്ളിൽ കടന്ന് അതിനുള്ളിലെ ഇടനാഴിയിലൂടെ മരണത്തിനടുത്തേക്ക് നടന്നെത്തുകയായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിധി അവന് അത്രയും സമയമേ ബാക്കി വെച്ചിരുന്നുള്ളൂ എന്ന് തോന്നിപ്പിക്കും ആ കുട്ടികളുടെ വേദന നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ. അങ്ങനെയായിരുന്നു അവരാ സംഭവം നമ്മളോട് ഉണ്ടായ ഈ 2 ദിവസം മുമ്പുണ്ടായ ദാരുണമായ സംഭവം വിവരിച്ചത്. കാരണം ഒരു വശത്ത് നിന്ന് അവൻ രക്ഷപ്പെട്ടതാണ്, എന്നിട്ട് മറുവശത്തുകൂടി അതേ ദുരന്തത്തിലേക്ക് അവൻ മറുവശത്തുകൂടി ചെന്ന് കയറുകയായിരുന്നുവെന്ന് ഏറെ വേദനയോടെ ആ കുട്ടികൾ പറയുമ്പോൾ, സ്വന്തം ചെരുപ്പ് പോലുമല്ല മറ്റൊരു കൂട്ടുകാരന്റെ ചെരുപ്പ് അത് എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ നിഷ്കളങ്കമായ മനസ്സിൽ ആ സ്നേഹത്തോടെ വലിയ ആവേശത്തോടെ അവൻ ഓടി സ്കൂളിന് ക്ലാസ് മുറിക്കുള്ളിൽ കടന്ന് അതിനകത്തോടെ ഒരു ഇടനാഴിയുടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ അതിന് ആ ഷീറ്റിന് മുകളിലേക്ക്, തകര ഷീറ്റിന് മുകളിലേക്ക് ചാടി ആ ചെരുപ്പെടുക്കാൻ നടത്തിയ നീക്കത്തിനിടയിലാണ് വളരെ ദാരുണമായി വിധി അവനെ ഈ വൈദ്യുതി ആഘാതത്തിന്റെ രൂപത്തിൽ തട്ടിയെടുക്കുന്നത്. ആ കാഴ്ചകൾ, ആ CCTVയിലെ ആ ദൃശ്യങ്ങൾ തൊട്ട് സമീപത്ത് തന്നെ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടലോടെ കണ്ടതാണ്. ഒരുപക്ഷെ ഒരു അമ്മയ്ക്കും അത് കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ മക്കളെയും അപ്പനും അമ്മയും അച്ഛനും അമ്മയും രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ പ്രതീക്ഷയോടെ തന്നെ മക്കൾ തിരികെ വീട്ടിലേക്ക് വരുമെന്ന ആഗ്രഹത്തിലാണ് എല്ലാവരും ആ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്കൊക്കെ അയക്കുന്നത്. പക്ഷേ ഈ അമ്മയുടെ ഒരു ദയനീയമായ കാഴ്ച നമുക്ക് അവിടെ കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട്. പക്ഷേ മകനെ ഒത്തിരി സ്വപ്നങ്ങളോടെ അവനെ ഒരു ഫുട്ബോൾ പ്ലെയർ ആക്കണമെന്നായിരുന്നു അവർ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അവൻ അപ്പുറത്തിൽ നല്ല രീതിയിൽ കായികമായി ഒക്കെ മികവ് തെളിയിക്കുന്ന ഒരു പ്രതിഭകാരനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അവരിൽ ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ പാതി വഴിയിൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് വിധി അവന്റെ ജീവൻ കവർന്നത്. ആ അമ്മയുടെ അതിദയനീയമായ ആ ശവപേടകത്തിലേക്ക് നോക്കി അവന്റെ മുഖത്തേക്ക് നോക്കിക്കുന്ന കരച്ചിലടക്കാനാവാതെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ നൊമ്പരം ഈ ഗ്രാമത്തിലെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീട്ടമ്മമാരുടെയും കണ്ണീരായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇത് മിഥുന്റെ കുടുംബത്തിന്റെ മാത്രം നൊമ്പരമല്ല, ഇത് പേവലക്കരയുടെ നൊമ്പരമല്ല, ഇത് കേരളക്കരയുടെ മുഴുവൻ വേദന നിറയുന്ന വൈകാരികമായ കണ്ണീർ തുളുമ്പുന്ന നിമിഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു.